എല്ലാവർക്കും നമസ്കാരം. ഇത് ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. ഇത് പരിപ്പ് കറിയാണ്. പരിപ്പ് കറി എല്ലാവരും ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇത് ഇത്തിരി വ്യത്യസ്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നോക്കിയാലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇപ്പോൾ പരിപ്പ് കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ തൂവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാമ്പാറിലൊക്കെ ഉപയോഗിക്കില്ലേ, ആ പരിപ്പാണ് എടുത്തേക്കുന്നത്. അത് നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ട്, അതായത് നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളുടെ ഇതനുസരിച്ചിട്ടല്ലേ നമ്മൾ ഓരോ സാധനങ്ങൾ എടുക്കുക. അപ്പോൾ അതനുസരിച്ചിട്ട് എടുക്കുക. ഇവിടെ ഒരു ചെറിയ ബൗളിന് ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഏകദേശം ഒരു അരക്കപ്പോളം വരും. ഇത് കുക്കറിലിട്ട് നന്നായി വേവിച്ചെടുക്കുക. അപ്പോൾ പരിപ്പ് വേവിച്ചെടുക്കാനായിട്ട് കുക്കറിലൊരു പാത്രത്തിലാണ് ഞാൻ പരിപ്പ് വേവിക്കുന്നത്. നിങ്ങൾക്ക് നേരിട്ട് കുക്കറിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കാം. ഇനി അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. ഇതിൽ എരിവിന് പച്ചമുളക് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, മുളക് പൊടി ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇത് നല്ലോണം വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ അതിന് എത്ര വിസിൽ വേണമെന്ന് വെച്ചാൽ അത്രയും നേരം നിങ്ങൾ വച്ചേക്കുക. അപ്പോൾ ഇതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് 2 പിടി തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പരിപ്പ് എത്ര എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അളവിന് അനുസരിച്ചിട്ട് പാകത്തിന് എടുക്കുക. അത് ഒരു ചെറിയ ഉള്ളി ഇതിൽ ചേർത്ത് അരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ ഇച്ചിരി വലുതാണ്, അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തത്. 2 ഉള്ളി വരെ എടുക്കുക. എന്നിട്ട് വെളുത്തുള്ളി ഇഷ്ടമാണെങ്കിൽ ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി കൂടി ചേർക്കുന്നത് നല്ലതാണ്. ഒരു ചെറുത് മാത്രം ചേർത്താൽ മതി, അധികം വെളുത്തുള്ളിയുടെ ചുവ വരരുത്. ഇനി ഒരു പച്ചമുളകും കൂടി ഇതിലിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, അതിലേക്ക് പരിപ്പ് വേവിക്കുമ്പോൾ നമ്മൾ അതും കൂടി കണക്കാക്കിയിട്ട് വേണം അതിലേക്ക് ഇടാനായിട്ട്. ഇതിൽ നമ്മളൊരു പച്ചമുളക് ചേർത്ത് അരയ്ക്കണം. അപ്പോൾ എരിവുള്ള നല്ല പച്ചമുളകാണെങ്കിൽ അതിൽ ആ പാകത്തിനുള്ളത് ചേർക്കണം. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അരയ്ക്കുക. നമ്മൾ എപ്പോഴും മഞ്ഞൾപ്പൊടി ചേർത്ത് തേങ്ങ അരച്ച് വയ്ക്കുന്ന കറികൾക്ക് തേങ്ങ അരയ്ക്കുമ്പോൾ ഒരിത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നല്ലതാണ്. എന്നാൽ കറികൾക്ക് നല്ല കളറ് കിട്ടും. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ലോണം വേവണം. അപ്പോൾ അത് ഞാൻ വേറൊരു പാത്രത്തിലേക്കാക്കി അടുപ്പത്ത് വെച്ചു. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ആ തേങ്ങ ചേർത്ത് നന്നായിട്ട് ഇളക്കി നോക്കുക. അത് പാകത്തിന് ആണോ വെള്ളം നോക്കുക. ഇപ്പോൾ പാകത്തിനുള്ള പരുവത്തിലാണ് ഇരിക്കുന്നത്. പക്ഷേ അതൊന്ന് തണുത്ത് കഴിയുമ്പോൾ തണുത്ത് കഴിയുമ്പോൾ കുറുകി വരും. അതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നമ്മൾ ഈ പാകത്തിന് ഈ ഇതുപോലെ ലൂസാക്കി എടുക്കണം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞ് അത് തണുത്ത് കഴിയുമ്പോൾ പാകത്തിനുള്ള പരുവത്തിലെത്തും. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുത്തല്ലോ, അപ്പോൾ അത് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി കടുക് വറുക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. ഇത്തിരി കൂടുതൽ തന്നെ ഒഴിച്ചോളൂ കേട്ടോ. അതിൽ കടുകും മുളകും വേപ്പിലയും മാത്രമല്ല വേറൊരു കാര്യം കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞത്. ഇനി കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചുമന്ന മുളകും വേപ്പില ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് വറന്ന് കിട്ടുമ്പോഴാണ് നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഇതാണ് അതിന് പരിപ്പ് കറിക്ക് ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ ചെറിയ ഉള്ളി ഒരു 3-4 അങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടെ അതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഉള്ളി ഇത്രയും മൂത്ത് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് കൂടുതൽ മൂപ്പിച്ചെടുക്കരുത്, അത് കരിഞ്ഞു പോകാതെ നോക്കണം. പെട്ടെന്ന് തന്നെ ആ കറിയിലേക്ക് ഒഴിക്കാൻ നോക്കുക. പാത്രത്തിലിരിക്കുന്നതോറും അത് കരിഞ്ഞു പോകും. കരിഞ്ഞാൽ പിന്നെ കറി ആകെ കൊളാവും. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ഈ ഉള്ളി മൂപ്പിച്ചൊഴിക്കൽ. അത് ഏറ്റവും ടേസ്റ്റാണിത്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇത് അപ്പം തന്നെ ഇളക്കരുത്, അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് പിന്നീട് ഇളക്കി ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെൽ ബട്ടനും കൂടി പ്രസ് ചെയ്യുക. ലൈക്ക് ചെയ്യുക.
മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.